ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ആ സംഭവം കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെയുള്ള ഈ ഗ്രൂപ്പ് നമുക്ക് ചെയ്തെത്തുന്ന സ്വീകരണം, ഇത് കണ്ടാൽ അറിയാം ഇത് എത്രത്തോളം മനോഹരമാണ്, ഇത് എത്രത്തോളം ഈ ഗ്രൂപ്പ് എത്രത്തോളം ഉഷാറാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്. മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇങ്ങോട്ട് കയറി വന്ന് മാത്രമല്ല ഇവിടുത്തെ അധ്യാപകന്മാർ, എപ്പോഴും നമ്മൾ അധ്യാപകന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു അധ്യാപകൻ എപ്പോഴും ഒരു ടീച്ചറായിരിക്കണം എന്ന്. അത് ഇവിടെ കറക്റ്റാണ്. 2012 ഇവിടുത്തെ സാർ നേരത്തെ പറഞ്ഞതുപോലെ അവർ തുടക്കത്തിൽ തന്നെ കേട്ടറ്റ് കരസ്ഥമാക്കിയ ആളുകളാണ്. ആദ്യം ഒരു വിദ്യാർത്ഥിയായിക്കൊണ്ട് വളർന്നു വന്ന് ഒരു അധ്യാപകനായി, അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് ആ വന്ന അനുഭവത്തിന്റെ പാഠത്തിലുള്ള വെളിച്ചമായിരിക്കണം ഇവിടുത്തെ വരുന്ന സ്റ്റാഫിനൊക്കെ അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇവിടെ വരുമ്പോൾ, ഇവിടെ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്കുള്ള സ്വീകരണങ്ങൾ, അതുപോലെ ഇവിടുത്തെ മറ്റു ടീച്ചേഴ്സിനുള്ള ഒരു പിന്തുണ ഒക്കെ കൊടുക്കാൻ കഴിയുന്നത് അവർ യഥാർത്ഥ ഒരു അധ്യാപകന്മാരായതുകൊണ്ടാണ്. ആ ഒരു അധ്യാപകന്മാരുടെ കീഴിൽ നിന്നുകൊണ്ട് പഠിക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എൻ്റെ വിഷയം, ഞാൻ ശരിക്കും പറഞ്ഞാൽ എഡ്ഫീൽഡിന്റെ ആപ്പിൽ ജോയിൻ ആയിട്ടില്ല. ഞാൻ പഠിച്ചത് ഓൺലൈനിൽ അവരുടെ യൂട്യൂബ് ക്ലാസ്സിലാണ്. വളരെ പെർഫെക്റ്റ്, അങ്ങനെ തന്നെ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ അവസാന സമയത്താണ് ഞാൻ കേട്ടറ്റിന് വേണ്ടി ഞാൻ ഈ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതായാലും വെറുതെ ഇരിക്കല്ലേ എന്ന് കരുതിയിട്ടാണ് കേട്ടറ്റിലോട്ട് തിരിക്കുന്നതും. അത് ഞാൻ അവസാനമായിട്ട് കേട്ടറ്റിലുള്ള അവരുടെ ക്ലാസ് പെഡഗോളജി അതുപോലെ സൈക്കോളജി, അറബിക്കിൽ ഓൾറെഡി കുഴപ്പമില്ലാത്ത രീതിയിൽ അറിയാം, അതുകൊണ്ട് പെഡഗോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, ആ 3 ക്ലാസ്സും എങ്ങനെ അതിനെ വിശദീകരിക്കണമെന്നോ എങ്ങനെ അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്നോ കഴിയാത്ത രൂപത്തിലാണ് ആ സാറുമാർ നമുക്ക്, അല്ലെങ്കിൽ ടീച്ചേഴ്സുമാർ നമുക്ക് പറഞ്ഞു തന്നത്. സത്യം പറയുകയാണെങ്കിൽ പെഡഗോളജിയെ കുറിച്ചോ സൈക്കോളജിയെ കുറിച്ചോ നെട്ടും പോയിട്ടും എനിക്കറിയില്ലായിരുന്നു. അതാണ് ശരി. 0യിൽ നിന്നും അവരാണ് എന്നെ ഹീറോയാക്കി മാറ്റിയത് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പ്രധാന കാര്യം, ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മളെ, ഇന്നലെ ഗ്രൂപ്പിൽ എഡ്ഫീൽഡിന്റെ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. എന്തിനാണ് ഇവർ ഇത്രമേൽ നമ്മളെ സ്നേഹിക്കുന്നത്? അതെ, സൗദത്ത്, അതെ, അവരാണ് ആ മെസ്സേജ് ഇടുന്നത്. വളരെ എങ്ങനെയായത് സത്യം നമ്മൾ ഇവിടെ വരുമ്പോൾ ചിന്തിക്കുന്ന വിഷയം, ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നതാ. നമ്മളങ്ങോട്ട് വൈദ്യുതി വീഴുമ്പോൾ വി അല്ലേ എന്ന് പറയുന്ന കോലത്തിൽ അത്രക്കും ഒരു ഉമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ഒരു കുടക്കീൽ എന്ന പോലെ കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കണം ഇവരുടെ ക്ലാസ് കേൾക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്, അല്ലേ? ഒരു ക്ലാസ്സിലോട്ട് വരുമ്പോൾ അധ്യാപകൻ നമ്മളെ അന്യരെ പോലെ കാണുക, അല്ലെങ്കിൽ നെവർ മൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഒരു ബ്രേക്കിലോട്ട് തിരിയുക, ഇങ്ങനത്തെ അവസ്ഥകളൊന്നും ഇല്ലാതെ ഒരു കുടക്കീൽ എന്ന പോലെ നിങ്ങളൊക്കെ ഞങ്ങളെ മക്കളാട്ടോ, നിങ്ങളൊക്കെ ഞങ്ങളെ സ്റ്റുഡൻസ് ആട്ടോ എന്ന് പറഞ്ഞൊരു കൂട്ടിപ്പിടുത്തം അതിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എഡ്ഫീൽഡ് എന്നും വിജയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വിജയത്തിന്റെ ആരവങ്ങൾ മുഴക്കാൻ എഡ്ഫീൽഡിന് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.